മറ്റൊരു ഹദീസ് അംർ ബിനു അബസ പറഞ്ഞതായി അബൂ ഉമാമ അൽ ബാഹിലി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. എന്താ അംർ ബിനു അബസ പറയുന്നത്? അതൈതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ നാസിലുൻ ബി ഉഖാദ്. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ചെന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഖാദ് ചന്തയിൽ നിന്ന് ഇറങ്ങുകയാണ്. ഉഖാദ് ചന്തയിലേക്ക് ഇങ്ങനെ ഇറങ്ങുകയാണ്. ഉഖാദ് ചന്ത എന്ന് പറഞ്ഞാൽ ചരിത്ര പ്രസിദ്ധമായ ഒരു മാർക്കറ്റാണ് മക്കയിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദഅവത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ആ ചന്തയിൽ പോകാറുണ്ടായിരുന്നു. അവിടെ കൂടി ആളുകൾക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദഅവത്ത് നടത്താറുണ്ടായിരുന്നു. അങ്ങനെ ഹദീസ് ഒരു നീണ്ട ഹദീസാണ്. അതിൽ അംർ ബിനു അബസ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞതായിട്ട് പറയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഫഹൽ മിൻ ദഅവത്തിൻ അഖ്റബു മിൻ ഉഖ്റ ഔ സഅത്തിൻ. ദുആ ചെയ്യുമ്പോൾ അള്ളാഹു കൂടുതൽ ഉത്തരമേകുന്ന വല്ല ദുആയുമുണ്ടോ? ദുആക്ക് കൂടുതൽ ഉത്തരം നൽകപ്പെടുന്ന വല്ല സമയവുമുണ്ടോ? അംർ ബിൻ അബസ ചോദിക്കുകയാണ്. അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ എന്തിനാ ദുആ ചെയ്യുന്നത്? അള്ളാഹു കബൂലാക്കാനും അള്ളാഹു ഉത്തരം നൽകാനുമാണ്. അപ്പോൾ ഉത്തരമേകുന്ന വല്ല ദുആയുമുണ്ടോ, കൂടുതൽ ഉത്തരം ലഭിക്കുന്ന വല്ല സമയവുമുണ്ടോ എന്ന് അംർ ബിൻ അബസ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചപ്പോൾ തിരുനബിയുടെ മറുപടി എന്താ? മറുപടി നഅം, അതെ. ഇന്ന അഖ്റബ മാ യകൂനു റബ്ബു മിനൽ അബ്ദി ജൗഫൽ ലൈലിൽ ആഖിർ. ഇന്ന അഖ്റബ മാ യകൂനു റബ്ബ് അല്ലാഹു, അവൻ ഒരു ദാസനോട് ഏറ്റവും അടുത്ത് വർത്തിക്കുന്ന സമയം അത് ജൗഫൽ ലൈലിൽ ആഖിർ, രാത്രിയുടെ അന്ത്യയാമത്തിലാണ്, രാത്രിയുടെ അവസാന യാമത്തിലാണ്. എന്നിട്ട് തിരുനബി അംർ ബിൻ അബസയോട് പറയാണ്, ഫൈൻ ഇസ്തതഅത അൻ തകൂന മിമ്മൻ യദ്കുറുല്ലാഹ ഫീ തിൽക സാഅ ഫകുൻ. ആ സമയം അള്ളാഹുവിനെ സ്മരിക്കുന്നവരിൽ ഉൾപ്പെടുവാൻ നിനക്ക് സാധിച്ചാൽ ഫകുൻ, നീ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് അള്ളാഹ്ക്ക് ദിക്റെടുത്ത് ആ സമയം കഴിച്ചു കൂട്ടുന്നവരിലായിക്കോ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഇവിടെ അർ-റബ്ബായ അള്ളാഹു സുബ്ഹാനഹു വ തആല ദാസനോട് ഏറ്റവും അടുത്ത് വർത്തിക്കുന്ന സമയം രാത്രിയുടെ അവസാന സമയമാണ്, ഫജ്റിൻ്റെ തൊട്ട് മുമ്പുള്ള യാമം. അന്നേരം അള്ളാഹ്ക്ക് ദിക്റെടുക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ സാധിച്ചാൽ നീ അള്ളാഹ്ക്ക് ദിക്റെടുക്കുക എന്നാണ് നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസല്ലം ഇവിടെ അംർ ബിൻ അബസയോട് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് റബ്ബായ അള്ളാഹു, ദാസനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സമയം എന്നാണ്. അടുത്ത ഹദീസ് ഇമാം ബുഖാരി, ഇതിനു മുമ്പത്തെ ഹദീസ് ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, അൽബാനി സഹീഹ് എന്ന് വിശേഷിപ്പിച്ചത്. അടുത്തത് ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്ന ഹദീസാണ് ഇബ്നു അബ്ബാസിൽ നിന്ന്. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? ഇന്ന മൂസ ഖാമ ഖതീബൻ ഫി ബനി ഇസ്രായീൽ. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്രായേലിൽ ഒരു പ്രാസംഗികനായിട്ട് നിന്നു. ഫസുഇൽ അയ്യുന്നാസി അഅലം. അപ്പം മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് ചോദിക്കപ്പെട്ടു, ജനങ്ങളിൽ ഏറ്റവും വിവരമുള്ള ആൾ ആരാണ്, പണ്ഡിതൻ ആരാണ്? ഫഖാൽ, അപ്പം മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഞാനാണ്. കാരണം എന്താ? മൂസ അലൈഹി സ്വലാത്തു വസ്സലാം നബിയാണ്. അപ്പോൾ ജനങ്ങളിൽ ഏറ്റവും അറിവുള്ള ആരാണ്? നബിയാണ്. അതുകൊണ്ട് തന്നെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഞാനാണ് എന്ന് പറഞ്ഞു. ഫഅതബല്ലാഹു അലൈഹി ഇദ് ലം യറുദ്ദൽ ഇൽം ഇലൈഹി. അറിവ് അള്ളാഹുവിലേക്ക് മടക്കാത്തതിൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ വെച്ച് ഗുണദോഷിച്ചു. അല്ലാഹു അലം എന്ന ആ പ്രയോഗം, ഒരു മര്യാദയുടെ പ്രയോഗം, അത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയിൽ നിന്നുണ്ടായില്ല. അതിൻ്റെ പേരിൽ അള്ളാഹു അദ്ദേഹത്തെ ഗുണദോഷിച്ചു. എന്നിട്ട് എന്താ പറഞ്ഞത്? ഫഔഹല്ലാഹു ഇലൈഹി. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു ഒരു വഹി നൽകി. ഇന്നലി അബ്ദൻ ബി മജ്മഉൽ ബഹ്റൈൻ. മജ്മഉൽ ബഹ്റൈൻ എന്നിടത്ത് എനിക്കൊരു ദാസനുണ്ട്. ഹുവ അഅലമു മിൻക്. മൂസ, താങ്കളേക്കാൾ അറിവുള്ള ആൾ അദ്ദേഹമാണ്. ഖാല മൂസ,
അപ്പം മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, യാ റബ്ബ് ഫകൈഫ ലീ ബിഹി, റബ്ബേ എങ്ങനെയാണ് എന്നേക്കാൾ അറിവുള്ള ആ വ്യക്തിയുടെ അടുക്കൽ ഞാൻ എത്തുക? ഇവിടെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹിനെ വിളിച്ചത് എങ്ങനെയാണ്? യാ റബ്ബ് എന്നാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വഹി നൽകി, തഅകുലു മഅക ഹൂതൻ ഫതജഅലു ഫീ മിക്തൽ ഫഹൈസുമാ ഫഖത്തൽ ഹൂത് ഫഹുവ സം. ഒരു മത്സ്യം എടുക്കുക, എന്നിട്ട് അതിൻ്റെ കൊട്ടയിലിടുക, എന്നിട്ട് പോവുക. എവിടെ വെച്ചാണ് മത്സ്യം നഷ്ടപ്പെടുന്നത്? ഫഹുവ സം, ആ വ്യക്തി ആ മത്സ്യം നഷ്ടപ്പെട്ട സ്ഥലത്തായിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി നൽകി. സൂറത്തുൽ കഹ്ഫിൽ നമ്മളെല്ലാവരും സൂറത്തുൽ കഹ്ഫ് ഓതിയില്ല വെള്ളിയാഴ്ചയല്ല, വെള്ളിയാഴ്ച സൂറത്തുൽ കഹ്ഫ് ഓതൽ പ്രത്യേകം പുണ്യമുള്ള സംഗതിയാണ്. നമ്മൾ ഓതി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ഭൃത്യനോടൊന്നിച്ച് യൂഷ ബിൻ നൂനോടൊന്നിച്ച് യാത്ര പോയതും അങ്ങനെ മത്സ്യം നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട സംഭവം സൂറത്തുൽ കഹ്ഫിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഇവിടെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനെ വിളിച്ചതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, യാ റബ്ബ് കൈഫ ലീ ബിഹി. ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാമിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഖദിറിനെ എങ്ങനെ എനിക്ക് കണ്ടുപിടിക്കാൻ, അദ്ദേഹത്തോട് ഒത്തെത്താൻ എങ്ങനെ സാധിക്കും എന്നാണ് ചോദിക്കുന്നത്.